ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമായിട്ടുള്ള ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്ലാസ് എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. 1ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് First activity, the little blue engine helped the little train reach the other side of the mountain. നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിന് നമ്മുടെ ലിറ്റിൽ ട്രെയിനിനെ ആ ഒരു മൗണ്ടെയിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്തിരുന്നു അല്ലേ. ഹാവ് യു ഹെൽപ്ഡ് സം വൺ ഇൻ ട്രബിൾ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ട്രബിളിൽ പെട്ടിട്ട് ആരെയെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒരു ഷോർട്ട് പാരഗ്രാഫ് ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു മോഡൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. ഓക്കെ, യെസ്, ഐ ഹാവ് ആൻ എക്സ്പീരിയൻസ് ടു ഷെയർ വിത്ത് യു. എനിക്ക് നിങ്ങളുമായിട്ടൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. വൺ ഡേ, ഒരു ദിവസം, മൈ ഫ്രണ്ട് അമ്മു വാസ് ഇൻ എ ട്രബിൾ. എൻ്റെ ഫ്രണ്ട് അമ്മു ഒരു ട്രബിളിലായിരുന്നു. ഷീ ഹാഡ് ലോസ്റ്റ് എ ഫേവറേറ്റ് ബുക്ക് ആൻഡ് വാസ് റിയലി അപ്സെറ്റ്. അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് അവൾക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൾ വളരെയധികം അപ്സെറ്റ് ആയിരുന്നു. ഷി വാസ് ക്രൈയിങ് ആൻഡ് ഡിഡിൻറ്റ് നോ വാട്ട് ടു ഡു. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അവൾക്കറിയില്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലായിരുന്നു. ഐ സോ ഹെർ ക്രൈയിങ് ആൻഡ് ഐ വെൻറ്റ് ടു ഹെർ. ഞാൻ അവളുടെ ആ കരച്ചിൽ കേട്ടു, എന്നിട്ട് അവളുടെ അടുത്തേക്ക് പോയി. ഐ ആസ്ക്ഡ് ഹെർ വാട്ട് വാസ് റോങ് ആൻഡ് ഷീ ടോൾഡ് മീ അബൌട്ട് ഹെർ ലോസ്റ്റ് ബുക്ക്. അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. അവളുടെ ബുക്ക് നഷ്ടപ്പെട്ട വിവരം എൻ്റെ അടുത്ത് പറഞ്ഞു. ഐ ഫെൽറ്റ് ബാഡ് ഫോർ ഹെർ ആൻഡ് വാണ്ടഡ് ടു ഹെൽപ്പ്. എനിക്കത് വളരെയധികം ബാഡായിട്ട് ഫീൽ ചെയ്യുകയും എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുകയും ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഐ സെഡ് ഡോണ്ട് വെറി അമ്മു. അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് പറഞ്ഞു, നീ കരയൊന്നും വേണ്ട, നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ക്യാൻ ഫൈൻഡ് യുവർ ബുക്ക്. നമുക്ക് നിന്റെ ബുക്കൊക്കെ കണ്ടെത്താം. ഐ ഹെൽപ്ഡ് ഹെർ സെർച്ച് എവ്രിവെയർ ഇൻ ഹെർ റൂം ആൻഡ് ഈവൺ ഇൻ ദ പാർക്ക്. ഞാൻ അവളുടെ റൂമിലും അതുപോലെ തന്നെ അവളുടെ പാർക്കിലും ഒക്കെ ഇത് തിരയാൻ വേണ്ടിയിട്ട് അവളെ ഹെൽപ്പ് ചെയ്തു. ആഫ്റ്റർ എ വൈൽ, കുറച്ച് സമയങ്ങൾക്ക് ശേഷം, വി ഫൗണ്ട് ഇറ്റ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കണ്ടെത്തി. അമ്മു വാസ് സോ ഹാപ്പി ആൻഡ് ഹഗ്ഡ് മീ. അമ്മു വളരെയധികം ഹാപ്പി ആയിരുന്നു, എന്നിട്ട് എന്നെ ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. ഷീ താങ്ക്ഡ് മീ ഫോർ ഹെൽപ്പിംഗ് ഹെർ. അവളെ ഹെൽപ്പ് ചെയ്തതിന് അവൾ എന്നോട് നന്ദിയൊക്കെ പറഞ്ഞു. ഇറ്റ് മെയ്ഡ് മീ ഫീൽ ഗുഡ് ദാറ്റ് ഐ കുഡ് ഹെൽപ്പ് മൈ ഫ്രണ്ട് വെൻ ഷീ നീഡഡ് ടു. എനിക്കും വളരെയധികം സന്തോഷം തോന്നി. അവൾക്കൊരു ആവശ്യം വന്നപ്പോൾ അവളെ ഞാൻ ഹെൽപ്പ് ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്കും വളരെയധികം സന്തോഷം തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു മോഡലാണ്. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ട്രബിളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. നമുക്ക് ആക്ടിവിറ്റി നമ്പർ 2 നോക്കാം. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് മെനി തിങ്സ്. നമ്മുടെ ലിറ്റിൽ ട്രെയിൻ ഒരുപാട് സാധനങ്ങൾ വഹിച്ചുകൊണ്ടാണ് പോകുന്നത് അല്ലേ. ലിസ്റ്റ് ദം ബിലോ. അതിന് നമുക്ക് 2 കാറ്റഗറൈസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. കഴിക്കാനും കുടിക്കാനും പറ്റുന്നത്. തിങ്സ് ടു പ്ലേ വിത്ത്, കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്നുള്ളതിൽ എന്തൊക്കെ എഴുതാം? ബിഗ് ഓറഞ്ചസ്, ഫാറ്റ് റെഡ് ആപ്പിൾസ്, ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക്, ലോലിപോപ്സ്. ഇനി തിങ്സ് ടു പ്ലേ വിത്ത് എന്നുള്ളിടത്ത് ടെഡി ബിയേഴ്സ്, ഡോൾസ് വിത്ത് യെല്ലോ ഹെയർ, ഡോൾസ് വിത്ത് ബ്രൗൺ ഹെയർ, ടോയ് ഡ്രഗ്സ്, എയ്റോപ്ലെയിൻസ്, ബോട്ട്സ്, പിക്ചർ ബുക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കളിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ഒന്നും കൂടെ വായിക്കാം. തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, ബിഗ് ഓറഞ്ചസ്, ഫാറ്റ് റെഡ് ആപ്പിൾസ്, ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക്, ലോലിപോപ്സ്. തിങ്സ് ടു പ്ലേ വിത്ത് ടെഡി ബിയേഴ്സ്, dolls with yellow hair, dolls with brown hair, toy drugs, aeroplanes, then boats, picture book. Okay, ഇനി തേർഡ് ആക്ടിവിറ്റി നോക്കൂ. ദ ലിറ്റിൽ ട്രെയിൻ ടയേർഡ് ഹാർഡ്. ലിറ്റിൽ ട്രെയിൻ കുറേ തവണ അത് ട്രൈ ചെയ്തിട്ട് അതിന് മനസ്സിലായി ഇത് വളരെ ഹാർഡാണെന്ന് അതിന് മനസ്സിലായി അല്ലേ. ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. എന്താണ് സംഭവിച്ചത്? അതിൻ്റെ ആ വീൽസ് ഒന്ന് കറങ്ങുന്ന പോലും ഇല്ല. ഇതൊക്കെ ചെയ്തു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അതിൻ്റെ വീൽ ടേൺ ചെയ്യുന്നില്ല. ദ ക്ലൗൺ ആൻഡ് ദ എനിമൽസ് ക്ലൈംഡ് ഔട്ട് ഓഫ് ദെയർ കാർസ്. നമ്മുടെ ക്ലൗണും എനിമൽസും ഒക്കെ അതിൻ്റെ ആ ഒരു ബോഗിയിൽ നിന്നും അത് താഴേക്ക് ഇറങ്ങി വന്നു.
ദേ ട്രൈ ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. അവരും ഈ ഒരു ട്രെയിനിനെ പുഷ് ചെയ്തു. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. പക്ഷെ എന്താണ്, അത് മൂവ് ചെയ്യുന്നില്ല. വാട്ട് വുഡ് ദ ലിറ്റിൽ ട്രെയിൻ തിങ്ക് ദെൻ? എന്താണ് ആ ലിറ്റിൽ ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവുക ആ സമയത്ത് എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും? ഓ സോ സാഡ്. എന്താണ്, വളരെയധികം വിഷമം. ഐ ട്രൈഡ് സോ മച്ച്. ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു. ബട്ട് ഐ കാൺട്ട് മൂവ്. എനിക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. വാട്ട് ഹാപ്പൻഡ്? എന്താണ് പറ്റിയത്? ഡോണ്ട് നോ ഇഫ് ഐ ഡോണ്ട് റീച്ച് ഓവർ ദ മൗണ്ടെയിൻ. നിങ്ങൾക്ക് എന്താണ്, ഞാൻ ആ മൗണ്ടെയിനിൽ എത്തിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നറിയോ? ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്. ആ ബോയ്സിനും ഗേൾസിനും ഒന്നും ടോയ് ഉണ്ടാവില്ല. എനി ടോയ്സ് ആൻഡ് ഫുഡ്. ഓക്കെ, അവർക്കൊന്നും ടോയ്സും ഫുഡും ഒന്നും ഉണ്ടാവില്ല. ഇതായിരിക്കും ആ സമയത്ത് നമ്മുടെ ലിറ്റിൽ ട്രെയിന് ചിന്തിച്ചിട്ടുണ്ടാവുക, അല്ലേ? ദെൻ ആക്ടിവിറ്റി നമ്പർ 4. The little blue engine helped the little train and she continued the journey. നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിന് നമ്മുടെ ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്തതോട് കൂടിയിട്ട് അതിൻ്റെ ആ ഒരു യാത്ര അത് പിന്നെയും തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഓൺ ദ വേ ദ ലിറ്റിൽ ട്രെയിൻ ഹാപ്പൻ ടു മീറ്റ് ദ ഷൈനി ന്യൂ എഞ്ചിൻ. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് അവർ നേരത്തെ അതിന് മുന്നേ കണ്ട ഷൈനി ന്യൂ എഞ്ചിനെ കണ്ടുമുട്ടുകയാണ്. ഹി വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ലിറ്റിൽ ട്രെയിൻ. പക്ഷെ അതിനെന്താണ്, ഈ ചെറിയ ലിറ്റിൽ ബ്ലൂ ട്രെയിനിനെ കണ്ടപ്പോൾ അതിന് വളരെയധികം സർപ്രൈസ് ആയിപ്പോയി. വാട്ട് കുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഷൈനി ന്യൂ എഞ്ചിൻ? അങ്ങനെ ലിറ്റിൽ ട്രെയിനും ഷൈനി ന്യൂ എഞ്ചിനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കാനിടയുണ്ട്. അതൊന്ന് എഴുതാനാണ് നമ്മളെടുത്ത് പറഞ്ഞത്. എന്ത് ചോദിക്കാം? ഷൈനി ന്യൂ എഞ്ചിൻ, ഹേ ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അപ്പോൾ ലിറ്റിൽ എന്താ പറയുക? ഓ ഇറ്റ്സ് യു. ഇത് നീയായിരുന്നോ? ഐ ഗോട്ട് ഹെൽപ്പ് ഫ്രം സം വൺ. എനിക്ക് മറ്റൊരാളിൽ നിന്ന് ഹെൽപ്പ് കിട്ടി. ഷൈനി പറയാണ്, ഹൂ ഹെൽപ്ഡ് യു? ആരാ നിങ്ങളെ സഹായിച്ചത്? അപ്പം എന്താ പറയുക? ലിറ്റിൽ പറയും, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. ദ ലിറ്റിൽ ബ്ലൂ എൻജിനാണ് സഹായിച്ചത്, അല്ലേ? ഷൈനി, വാട്ട്? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ? ആർ യു ജോക്കിംഗ്? എന്താണ്, എന്ത് ലിറ്റിൽ ബ്ലൂ എൻജിനോ? നീ എന്താണ് തമാശ പറയാനോ? അപ്പോൾ നമ്മുടെ ലിറ്റിൽ എൻജിൻ പറയും, യെസ് ഷി ഈസ്. അവരെന്നെയാണ് എന്നെ സഹായിച്ചത്. ഷി പുൾഡ് മീ വിത്ത് ഓൾ ഹെർ മൈറ്റ്. അവളുടെ എല്ലാ കഴിവും വെച്ചിട്ട് അവളെന്നെ പുള്ള് ചെയ്യുകയാണ് ചെയ്തത്. ഷൈനി, ഐ കാൺ ബിലീവ് ദിസ്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ലിറ്റിൽ എന്താ പറയുക? ലിറ്റിൽ ട്രെയിൻ പറയൂ, യു ഹാവ് ടു ബിലീവ്. നീ ഇത് എന്താണെന്ന് പറയുക, വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ നമ്മുടെ ഷൈനി ന്യൂ എൻജിൻ പറയാണ്, യു ഹാവ് ടു ബിലീവ് ഷീ ഈസ് വെരി കൈൻഡ് ആൻഡ് ഷീ ഹെൽപ്ഡ് അസ്. എന്താണ്, അവൾ വളരെയധികം കൈൻഡാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഷൈനി ന്യൂ എൻജിൻ പറയാണ്, ദാറ്റ്സ് ഗ്രേറ്റ്. എനിവേ ഐ ആം ഹാപ്പി ടു സീ യു ഹിയർ. എന്തായാലും ഞാൻ നിന്നെ ഇവിടെ കണ്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ ലിറ്റിൽ എൻജിന് പറയും, ഓക്കെ സീ യു ലേറ്റർ. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്ന് പറയും. അപ്പോൾ ഇതുപോലെ ഷൈനി ന്യൂ എൻജിനും ലിറ്റിൽ ട്രെയിനും നടക്കാനിടയിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ എഴുതേണ്ടത്. ഒന്നുകിൽ കൂട്ടുകാർക്ക് ഇതന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് മാറ്റി എഴുതുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 5 നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ഇവിടെ സ്റ്റോറിയിൽ കുറച്ച് സെൻറ്റൻസ് വന്നിട്ടുണ്ട്, അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ഒന്ന് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്താണ്, ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. എന്താണ്, ലിറ്റിൽ ട്രെയിന് ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്തിട്ടുണ്ട്, അല്ലേ? ബിഗ് റൗണ്ട് ഓറഞ്ചസ്. എന്താണ്, ബിഗ് ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള ഓറഞ്ചസ്. അതുപോലെ തന്നെ ഫാറ്റ് റെഡ് ആപ്പിൾസ്, ലോങ് യെല്ലോ ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക് ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. അപ്പോൾ ഇവിടെ ബിഗ് റൗണ്ട് ഓറഞ്ചസ്, ഫാറ്റ് റെഡ് ആപ്പിൾസ്, ലോങ് യെല്ലോ ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക്, ഇത്രയുമാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ വേർഡ് പിരമിഡ് ആൻഡ് മേക്ക് മോർ സച്ച് വേർഡ് പിരമിഡ്സ്. ഇവിടെ തന്നിട്ടുണ്ട് കാർ, ദ കാർ, ദ ബ്ലൂ കാർ, ദ ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ, ദ ബിഗ് ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ. ഇതുപോലെ നമ്മളുടെ അടുത്ത് എന്താണ്, ഇതുപോലെയുള്ള പിരമിഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വണ് ഓറഞ്ച് ആണല്ലേ. ഓറഞ്ചിനെ എങ്ങനെ കൊടുക്കാം? ഓറഞ്ച്, ദ ബിഗ് ഓറഞ്ച്, ദ ബിഗ് റൗണ്ട് ഓറഞ്ച്, ദ ബിഗ് റൗണ്ട് സ്വീറ്റ് ഓറഞ്ച്. നെക്സ്റ്റ് വൺ ഫ്ലവർ ആണ്. ദ ഫ്ലവർ, ദ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ദ ബ്യൂട്ടിഫുൾ ബ്ലൂ ഫ്ലവർ, ദ ബ്യൂട്ടിഫുൾ ബിഗ് ബ്ലൂ ഫ്ലവർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പിരമിഡ് ഉണ്ടാക്കാവുന്നതാണ്.
നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 6. ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേസ് ഐ തിങ്ക് ഐ ക്യാൻ. ഈ സ്റ്റോറിയിൽ നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയുന്നുണ്ട് ഐ തിങ്ക് ഐ ക്യാൻ, എനിക്ക് തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നാണെന്ന്. ആസ്ക് യുവർ ഫ്രണ്ട്സ് ഇഫ് യു ക്യാൻ ഡു വാട്ട് ദേ സീ ഇൻ ദ പിക്ചേഴ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ ചോദിക്കുക അവർക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോ, ഈ പിക്ചറിലുള്ളതൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന്. റൈറ്റ് ഡൗൺ യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ദ പോസിബിൾ ആൻസേഴ്സ്. അപ്പോൾ അവരോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ ഒന്നാമത്തേത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു സ്വിം, നിനക്ക് സ്വിം ചെയ്യാൻ പറ്റുമോ? എന്താണ് പോസിബിൾ റെസ്പോൺസ്? യെസ് ഐ ക്യാൻ ഓർ നോ ഐ കാൺട്ട് അല്ലേ. ഒന്നുകിൽ പറ്റും എന്നെക്കൊണ്ട് കഴിയും എന്ന് പറയും, അല്ലെങ്കിൽ ഇല്ല എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയും. നെക്സ്റ്റ് നമുക്ക് എന്താ ചോദിക്കാം? ക്യാൻ യു പ്ലേ ഫുട്ബോൾ, നിനക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയുമോ? യെസ് ഐ ക്യാൻ ഓർ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? നോ ഐ ക്യാൻഡ് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ഡാൻസ്, നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു സിങ്, നിങ്ങൾക്ക് സിങ് ചെയ്യാം, പാട്ട് പാടാൻ പറ്റുമോ? ക്യാൻ യു റീഡ്, നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ ക്യാൻ യു റൈറ്റ്, നിങ്ങൾക്ക് എഴുതാൻ കഴിയുമോ? ഇതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോസിബിൾ ആൻസേഴ്സ് ആയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് യെസ് ഐ ക്യാൻ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ ഐ കാൺട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, ആക്ടിവിറ്റി നമ്പർ 7 നോക്കൂ. ഷാൾ വി ഇനാക്ട് ദ സ്റ്റോറി ഇൻ ദ ഫോം ഓഫ് എ സ്കിറ്റ്. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഒരു സ്കിറ്റായിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ഹൗ ടു പെർഫോം ദ സ്കിറ്റ്. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുക എങ്ങനെയാണ് ഒരു സ്കിറ്റ് പെർഫോം ചെയ്യുക എന്നുള്ളത്. ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് യു. നിങ്ങൾക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിലെ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്? വേർ ഡു ദ ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ്. ഇതെവിടെയാണ്, ഈ ഇവൻറ്റ്സ് ഒക്കെ എവിടെയാണ് നടന്നിട്ടുള്ളത്? ഹു ആർ ദ ക്യാരക്ടേഴ്സ്, ആരൊക്കെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? വാട്ട് ഡു ദേ സേ, അവരെന്തൊക്കെയാണ് പറയുന്നത്? റൈറ്റ് ദം ഇൻ ദ ബോക്സസ് ബിലോ. താഴെ കാണുന്ന ബോക്സിൽ അതൊക്കെ ഒന്ന് എഴുതാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഇതിലെ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ഡയലോഗ്സ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കണം. വാട്സ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഈച്ച് ഗ്രൂപ്പ് ആൻഡ് കമൻറ്റ് ഓൺ ഇറ്റ്. എന്നിട്ട് നിങ്ങൾ എല്ലാവരുടെയും പ്രസൻറ്റേഷൻ, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് എന്താണ്, ഏതാണ് ബെസ്റ്റ് വൺ എന്ന് നിങ്ങൾ കണ്ടെത്തണം.